കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബാലുശ്ശേരിയിൽ നിന്നും ഒളിച്ചോടിപ്പോയ ഷഹല ഷെറിൻ എന്ന് പറയുന്ന യുവതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, ഈ ഷഹല ഷെറിൻ എന്ന് പറയുന്ന യുവതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരു സംഭവം സോഷ്യൽ മീഡിയകളിൽ ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമാണ്. ഒരാഴ്ചയോളം ഈ യുവതിയും കുഞ്ഞിനെയും കാണാനില്ലായിരുന്നു. എന്നാൽ പിന്നീടാണ് മനസ്സിലായത്, 3 മക്കളുള്ള ഒരു മൊബൈൽ ഷോപ്പുകാരനോടൊപ്പമാണ് ഈ ഷഹല ഷെറിൻ എന്ന് പറയുന്ന യുവതി തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോയത് എന്ന് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ യുവതിയെ കാണാതായ സമയത്ത് ഈ യുവതിയുടെ ഭർത്താവും കുടുംബമൊക്കെ കുഞ്ഞിനെയും ഭാര്യയും കാണാനില്ല എന്നുള്ള പരാതിയൊക്കെ പോലീസ് സ്റ്റേഷന് നൽകിയിരുന്നു. പിന്നീട് അതിൻ്റെ ഭാഗമായി അന്വേഷണങ്ങളൊക്കെ ഉണ്ടായി, തിരച്ചിലൊക്കെ നടന്നു. അതിനുശേഷം ഒരു CCTV ഫൂട്ടേജൊക്കെ പുറത്തു വന്നിരുന്നു. ഇവരൊരു ഷോപ്പിൽ നിന്നും എന്തോ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഒരു CCTV ഫൂട്ടേജ് ആയിരുന്നു അത്. അങ്ങനെ പോലീസിൻ്റെ അന്വേഷണത്തിനൊടുവിൽ അവസാനം ഇവരെ പോലീസ് പിടികൂടിയിരിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ടൊരു വാർത്തയാണ് ഇപ്പോൾ കേൾക്കാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടുകൂടി ഇവരെ വാളയാറിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ഇപ്പോൾ അയാളുടെ പേരും വിവരവും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. മുഹമ്മദ് റാഫി എന്നാണ് അയാളുടെ പേര്. നമുക്കറിയാം, ഇതുവരെയും അയാളുടെ പേര് വിവരങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു വ്യക്തതയും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിധത്തിലുള്ള അഭ്യൂഹങ്ങളും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചിരുന്നു. അങ്ങനെ ഈ മുഹമ്മദ് റാഫി ഒരു യുവതിയുമായിട്ട് ഇങ്ങനെ കാറിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ വിവരം പോലീസിന് ലഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വാളയാർ ചെക്ക് പോസ്റ്റിൽ പോലീസ് ശക്തമായ പരിശോധനയൊക്കെ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി അവിടെ നിന്നും പോലീസ് പിടികൂടിയത്. ബാലുശ്ശേരി പോലീസിലാണ് യുവതിയെയും കുഞ്ഞിനെയും കാണാനില്ല എന്നുള്ള പരാതി കുടുംബം കൊടുത്തത്. അതുകൊണ്ട് തന്നെ ബാലുശ്ശേരി പോലീസ് അതിൻ്റെ പോലീസ് നടപടിക്രമങ്ങളൊക്കെ അത് പാലിച്ചതിന് ശേഷമാവും ഇവരെ കൊണ്ടുവരുന്നത്. ഇവരെ ആദ്യം കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് പോലീസ് അറിയിച്ച ഒരു വിവരം. നമുക്കറിയാം, കഴിഞ്ഞ ജൂലൈ 16-നാണ് ഈ ഷഹല ഷെറിൻ എന്ന് പറയുന്ന യുവതിയും കുഞ്ഞിനെയും കാണാതാവുന്നത്. രാവിലെ 11 മണിയോടുകൂടി ബാങ്കിലേക്ക് പോവുക എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവതി തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. അതിനുശേഷമാണ് ഇവരെ കാണാതാവുന്നത്. ഈ യുവതിയെ കാണാതായപ്പോൾ തന്നെ മൊബൈൽ ഷോപ്പിലെ ഉടമയായ മുഹമ്മദ് റാഫി എന്ന് പറയുന്നവനെയും അന്ന് മുതൽ കാണാനില്ലായിരുന്നു, മിസ്സിംഗ് ആയിരുന്നു. ഈ യുവതിയുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു മൊബൈൽ ഷോപ്പിലെ ഉടമയാണ് ഈ മുഹമ്മദ് റാഫി എന്ന് പറയുന്നത്. അങ്ങനെ ആ ഷോപ്പിലേക്ക് പോയിട്ടുള്ള പരിചയത്തിനൊടുവിലാണ് ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടാകുന്നത്. ഇവരെന്തായാലും പോലീസ് പിടികൂടിയിട്ടുണ്ട്. നോക്ക്, എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇനി ഇവിടെ ഒന്നും ചെയ്യാനില്ല. ആ യുവതിയുടെ വീട്ടുകാരെ വിളിച്ച് ആ ഒളിച്ചോടിയവൻ്റെ കൂടെ തന്നെ അങ്ങ് പറഞ്ഞയക്കുക. അവരുടെ കൈകളിലുള്ള ആ കുഞ്ഞിനെ സുരക്ഷിതമായി വാപ്പയുടെ കൈകളിലേക്ക് തിരിച്ചേൽപ്പിക്കുക. ഭർത്താവ് ഇനി എന്തായാലും അവളെ സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല. നോക്ക്, മുഹമ്മദ് റാഫി എന്ന് പറയുന്ന ഈ മൊബൈൽ ഷോപ്പുകാരന് 1ഉം 2ഉമല്ല 3 മക്കളാണുള്ളത്. 9ഉം 7ഉം വയസ്സുള്ള, അതുപോലെ തന്നെ 6 മാസം പ്രായമായ കുട്ടികൾ ഇവനുണ്ട് എന്നുള്ളതാണ്. ആ കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് വല്ലാത്തൊരു വിഷമം. അതുപോലെ തന്നെ ഇവൻ്റെ ഭാര്യയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ യുവതിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് ആ വീട്ടിൽ പലതരത്തിലുള്ള മാനസികമായ ഒരുപാട് പ്രയാസങ്ങൾ ഈ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിലൊക്കെ ഒരുപാട് വോയിസുകളും കാര്യങ്ങളുമൊക്കെ പലരും സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പങ്കുവച്ചിരുന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടിയും അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടത് ഇത്തരം വിഡ്ഢിത്തരപരമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടല്ല. അതിന് എത്രയോ മാർഗങ്ങളുണ്ട്. ഭർത്താവുമായി ഒരുമിച്ച് ജീവിച്ചു പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ മാന്യമായി ആ ഒരു വിവാഹബന്ധം വേർപെടുത്തി ജീവിക്കാം. ഇനി അതുമല്ലെങ്കിൽ വീട്ടുകാരുടെ അടുത്തേക്ക് പോയി നിൽക്കാം. അതുമല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള മറ്റു പലവിധ മാർഗങ്ങൾ സ്വീകരിക്കാം. അതൊന്നും സ്വീകരിക്കാതെ മറ്റൊരുത്തിനൊപ്പം അവനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്തോ വലിയ പന്തികേടുള്ള ഒരു വ്യക്തിയെ പോലെയാണ് തോന്നുന്നത്. അത്തരത്തിലുള്ള ഒരുത്തൻ്റെ കൂടെ, അതും ഭാര്യയും 3 മക്കളെയും ഉപേക്ഷിച്ചു വന്ന ഒരുത്തൻ്റെ കൂടെയാണ് ഈ പെൺകുട്ടി ഇറങ്ങിപ്പോയിരിക്കുന്നത്. അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. ഇതിലെന്തായാലും നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ആ പെൺകുട്ടിക്ക് തന്നെയായിരിക്കും, അതുറപ്പാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ഇവൻ എങ്ങാനും ഭാര്യയും മക്കളെയൊക്കെ കണ്ട് മനസ്സ് മാറി ഇവൻ ഇവിടെ ഉപേക്ഷിച്ച് അവരുടെ കൂടെ എങ്ങാനും പോയി കഴിഞ്ഞാൽ ഈ പെണ്ണിൻ്റെ കാര്യം അധോഗതിയാവും. ഇനി എങ്ങാനും മനസ്സ് മാറി വന്നാൽ പോലും അവനെ ആ സഹോദരി ഒരിക്കലും സ്വീകരിക്കരുത്. ഈ മക്കളെ കണ്ടുകൊണ്ട് പല സ്ത്രീകളും പലതും ഇങ്ങനെ സഹിച്ചും ക്ഷമിച്ചുമൊക്കെ മുന്നോട്ട് പോകാറുണ്ട്. അത്തരത്തിൽ മക്കളെ കണ്ടുകൊണ്ട് ഒരിക്കലും ഇവനെ സ്വീകരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെയുള്ള ഒരുത്തൻ നാളെ മറ്റൊരു പെണ്ണിൻ്റെ കൂടെ പോകില്ല എന്ന് എന്തുറപ്പാണുള്ളത്. ഏതായാലും ഇതിൽ ഏറ്റവും സമാധാനപരമായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച സമയത്തൊക്കെ ഞാൻ ഏറ്റവും കൂടുതലും സംസാരിച്ചത് ഈ ഷഹല എന്ന് പറയുന്ന യുവതിയുടെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞിൻ്റെ കാര്യത്തിലായിരുന്നു. 3 മക്കളെയും ഭാര്യയും ഒക്കെ ഉപേക്ഷിച്ചു വന്ന ഒരുത്തൻ, അതിൽ 7ഉം 8ഉം 6ഉം മാസം പ്രായമുള്ള 3 മക്കളെയും ഉപേക്ഷിച്ചു വന്ന ഒരുത്തൻ ഇവരുടെ കുഞ്ഞിനെ എങ്ങനെയാണ് സ്നേഹിക്കാൻ കഴിയുക? ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്ത വീഡിയോസുകളിൽ പലപ്പോഴായി
ഞാൻ നെടുമങ്ങാട് നടന്ന ആ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഒരു നരാധമ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് കാമുകനോടൊപ്പം ജീവിക്കുകയും അവസാനം ആ നരാധമനും നരാധമയും കൂടി ചേർന്ന് ആ പിഞ്ചു കുഞ്ഞിനെ പലപ്പോഴായി മൃഗീയമായി അടിച്ചു കൊലപ്പെടുത്തിയ ആ വാർത്ത നമുക്കറിയാം. കേരള മനസാക്ഷിയെ വല്ലാതെ ഞെട്ടിച്ച നോവുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു അത്. അത്തരമൊരവസ്ഥയിലൂടെ ആ കുഞ്ഞ് കടന്നു പോകരുത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ എത്രയും വേഗം കണ്ടെത്തണം എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞു വെച്ചത്. 3 കുഞ്ഞുങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് വന്ന ഒരുത്തിന് നിന്നും, അതും ഇവൻ ലഹരിയൊക്കെ ഉപയോഗിക്കുന്നവനാണ് നടക്കമുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്ന ആ ഒരു സാഹചര്യത്തിൽ ആ കുട്ടി ഇവരുടെ കൈകളിൽ ഒരിക്കലും സുരക്ഷിതമല്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ എത്രയും വേഗം കണ്ടെത്തണം, എന്നിട്ട് ആ കുട്ടിയെ പിതാവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കണമെന്നായിരുന്നു ഞാൻ ആ വിഷയത്തിലൊക്കെ പറഞ്ഞു വെച്ചത്. നോക്കൂ, കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങളില്ലാത്തവർ ആരും തന്നെയില്ല. എല്ലാവരും അവരവരുടേതായ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെയധികം സന്തോഷത്തിലിരിക്കുന്ന, ചിരിച്ചും കളിച്ചുമൊക്കെ ഇരിക്കുന്ന ദമ്പതികൾ ഒരുപക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ തല്ലും മറ്റുമൊക്കെ ആയിരിക്കും. റീൽസിലൊക്കെ കാണുന്ന പല ദമ്പതികളും വലിയ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ആയിരിക്കും പലപ്പോഴായി കാണുന്നത്. അതിനെ വെച്ചുകൊണ്ട് പല ആളുകളും സ്വന്തം കുടുംബവുമായിട്ട് താരതമ്യം ചെയ്യാറുണ്ട്. എന്നാലോ അത്തരം ആളുകൾ പോലും കടന്നു പോകുന്നത് ആ റീൽസിൽ സന്തോഷത്തോടുകൂടി ഡാൻസ് കളിച്ചും പാട്ട് കളിച്ചും നടക്കുന്ന അത്തരം ആളുകൾ പോലും കടന്നു പോകുന്നത് വലിയ പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും. അതുകൊണ്ട് റീൽസ് അല്ല ജീവിതം എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒട്ടുമിക്ക ദമ്പതികളും ഇത്തരത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. പക്ഷെ അത്തരം പ്രശ്നങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്തേണ്ടത് ഇത്തരം മാർഗങ്ങളിലൂടെയല്ല. കഴിഞ്ഞ ദിവസം ഈ ഷഹല ഷെറിൻ എന്ന് പറയുന്ന യുവതിയുടെ കൂട്ടുകാരിയുടെ ഒരു വോയിസ് ക്ലിപ്പൊക്കെ പുറത്തു വന്നിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോയും ഒക്കെ ചെയ്തിരുന്നു. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ആ പെൺകുട്ടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് ഭർത്താവിൻ്റെ വീട്ടിലുണ്ടായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അതോടൊപ്പം ഭർത്താവിൻ്റെ ഇത്തയുടെ ഭാഗത്തു നിന്നും ഒരുപാട് മാനസികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഏകദേശം ഒരു 10-12 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് ഞാൻ ആ വീഡിയോയിൽ പ്ലേ ചെയ്തത്. പക്ഷെ അതിന് മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട്. അതൊന്നും കണ്ടെത്താതെ ഭാര്യയും 3 മക്കളെയും ഉപേക്ഷിച്ചു വന്ന ഒരുത്തിനോടൊപ്പം തൻ്റെ കുട്ടിയും കൊണ്ട് ഇറങ്ങിപ്പോകുന്നതിനെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. എന്തായാലും ഇവരെ ഇനി കോടതിയിൽ ഹാജരാക്കും. ഹാജരാക്കിയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ബാക്കി വിവരങ്ങൾ എന്താണ് എന്നുള്ളത് ഇനി മനസ്സിലാക്കാൻ സാധിക്കൂ.